എനിക്കൊരു ഷെഫ് ക്യാപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയാമോ? ഞാൻ അവസാനം കുക്കിംഗ് പഠിക്കാൻ പുതിയ പുതിയ ഡിഷുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ദുബായിലെ നിരത്തുകളിലൂടെ. അങ്ങനെ നടന്ന് ഞാൻ എത്തിയത് കരാമയിലാണ്. കരാമയിൽ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിലാണ് ഉള്ളത്. ആക്ച്വലി ഇവിടെ ഫുൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്ന തിരക്കിലാണ്. പല ഡിഷുകൾ ഇങ്ങനെ ചുറ്റിലുണ്ടാക്കുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഷെഫ് രാജു ജോയിൻ ചെയ്യാണ്. ഹലോ. അപ്പോൾ രാജു ഇപ്പം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇളനീർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഇളനീരും ചിക്കനും തമ്മിൽ എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വരുന്നത് രാജുവിന് മാത്രമേ അറിയാവൂ, എനിക്കറിയില്ല. അപ്പോൾ രാജു പറഞ്ഞോളൂ. അപ്പോൾ ഈ ജിഞ്ചറും ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലി അതിൻ്റെ ഒരു മിക്സ് ഏകദേശം റെഡിയായിരിക്കുകയാണ്. ഒരു ബ്രൗൺ കളറാണ്, അത് ബ്രൗൺ കളറായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറേ പൊടികൾ ഇടണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കഴിഞ്ഞു. ആവശ്യത്തിന് ഉപ്പ്, നമ്മളെപ്പോഴും ഷോസിലൊക്കെ പറയുന്ന പോലെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് ചിക്കൻ നമ്മൾ ഇടാനായിട്ട് പോവാണ്. നമ്മളെ മെയിൻ ആളിനെ ഇട്ട് കഴിഞ്ഞു. അതിലേക്ക് ഇളനീരൊഴിക്കാനായിട്ട് പോവാണ്. എന്നോട് പറയാൻ പറഞ്ഞു ഇളനീരൊഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് പോവാണ്. 3 സ്പൂൺ ആ മംഗളകർമ്മം നിർവഹിക്കാൻ പോവാണ്. പിന്നെ ഏകദേശം റെഡിയായി. ഇനി എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? മല്ലിയില. അങ്ങനെ നമ്മുടെ ഇളനീർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. തിളച്ച് പൊങ്ങി സിസിലിംഗ് ചിക്കൻ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇളനീർ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ട്രെയിനിനകത്തോട്ട് ഒരു പാചകയാത്രയ്ക്ക് പോവാണ്. പാചകയാത്രയല്ല, ടേസ്റ്റ് ചെയ്യാനുള്ള യാത്രയ്ക്ക് പോവാണ്. ഓക്കെ. അങ്ങനെ ഇളനീർ ചിക്കൻ ഒരു ഇളനീരിൽ എൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെയുണ്ട് എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ടൈമാണ്. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയാൽ നമുക്കിങ്ങനെ ആവി പറക്കുന്ന ഇളനീർ ചിക്കൻ കാണുന്നുണ്ടോ? ആരും കൊതി വെക്കരുത്. ഞാനിപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. ഇത് ഉണ്ടാക്കിയ സ്വന്തം നമ്മുടെ ഷെഫ് രാജു എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഒപ്പീനിയൻ എനിക്ക് പറയാനായിട്ട്. എല്ലാ ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഇളനീരിൻ്റെ ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ട്, തേങ്ങാപ്പാൽ ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിക്കുമ്പോഴല്ലോ നമുക്കൊരു മാജിക് ഫീൽ ചെയ്യും. എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് നമുക്ക് രാജുവിനോട് പറയണം, ഇത്രയും നല്ലൊരു ഡിഷ് നമ്മളോട് ഷെയർ ചെയ്ത് തന്നതിന്. അപ്പോൾ ഇതാണ് ഇളനീർ ചിക്കൻ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ.